തൃശൂർ പെരുമ്പിലാവ് സ്വദേശികളായ രാജേഷും ലിജിനും കുന്നംകുളത്ത് നവകേരള സദസ്സ് നടന്നപ്പോൾ ഒരു പരാതി നൽകി. പെരുമ്പിലാവ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വൻ ഫണ്ട് തിരിമറിയും കെടുകാര്യസ്ഥതയും നടക്കുന്നുവെന്നായിരുന്നു പരാതി. പരാതി നമ്പർ TSR 062. ഈ ആരോഗ്യമന്ത്രി കൊട്ടിയാഘോഷിക്കുന്ന ഹെൽത്ത് ഇതുവരെ കട്ടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പലശ്ശേരി വാർഡ് 10 ഇതുവരെ ഹെൽത്ത് നടപ്പിലായിട്ടില്ല. ജനങ്ങൾക്ക് സുതാര്യമായ രീതിയിൽ ഡിജിറ്റൽ സംവിധാനം ഉണ്ടാവേണ്ട ഹെൽത്ത് എന്തുകൊണ്ട് നടപ്പിലാവുന്നില്ല? ഇത്രയധികം ഫണ്ടുള്ള പഞ്ചായത്തിൻ്റെ അടിയിലുള്ള ഇത്രയധികം ഫണ്ടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എന്തുകൊണ്ട് ഹെൽത്ത് നടപ്പിലാവുന്നില്ല? 2, അവിടെ കമ്പ്യൂട്ടറുകളും ലാപ്ടോപ്പുകളും പ്രൊജക്റ്റുകളും മേടിക്കാൻ ഒരുപാട് മുന്നേ തന്നെ ഫണ്ട് പാസ്സായതാണ്. ആ ഫണ്ട് എവിടേക്ക് പോയി? ആ ഫണ്ട് എന്ത് ക്രയവിക്രയം ചെയ്തു? ഇപ്പോഴാണത് കെൽട്രോൺ വഴി പർച്ചേസ് ചെയ്തതാണ് എൻ്റെ അറിവ്. അതുവരെ ഈ ഫണ്ട് എവിടെ ക്രയവിക്രയം ചെയ്തു? ഒന്നിനും കൃത്യമായ മറുപടിയില്ല. അതേസമയം അഴിമതി കാണിച്ച ഉദ്യോഗസ്ഥനെ നേരത്തെ തന്നെ സ്ഥലം മാറ്റിയിരുന്നു. പക്ഷേ അന്ന് നടത്തിയ സാമ്പത്തിക ക്രമക്കേടുകളിൽ അന്വേഷണവുമില്ല, നടപടിയുമില്ല. നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനുള്ളൂ. ഇപ്പം അടുത്തായിട്ടൊരു വിവരാശ നിയമപ്രകാരം കുലവറമ്പിൽ തിപ്പലശ്ശേരി ബാബുവിന്, അതായത് രാജേഷിന് വിവരാശപ്രകാരമായി റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. പരാതി സ്വീകരിക്കാൻ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൻ്റെ നിജസ്ഥിതി അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോക്കി എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടറിയാം. കൃത്യമായ തെളിവുകൾ കൊടുത്താത്ത എന്തുകൊണ്ടാണ് വിജിലൻസ് ക്രിയാത്മകമായി ഇടപെടാത്തത്? ഇത് മാത്രമൊന്നുമല്ല, പല കേസുകളും വിജിലൻസ് അന്വേഷണം ഒച്ചിനെ പോലെയാണ് നീങ്ങുന്നത്. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി നവകേരള സദസ്സിൽ നിവേദനം നൽകിയവർക്ക് മാത്രമല്ല, ഇതുപോലെ നാടിനു വേണ്ടി പരാതി നൽകിയവർക്ക് പോലും പരിഹാരം അകലെയാണ്. രസീത് നമ്പറോ പരാതിയിലുള്ള മൊബൈൽ നമ്പറോ നൽകിയാൽ മതി. പരാതികളിൽ 2 ആഴ്ചക്കുള്ളിലും കൂടുതൽ നടപടിക്രമം ആവശ്യമെങ്കിൽ പരമാവധി 4 ആഴ്ചക്കുള്ളിലും ജില്ലാതല ഉദ്യോഗസ്ഥർ തീരുമാനമെടുക്കും. മാതൃഭൂമി ന്യൂസ്, തൃശൂർ.